ഒരു ദൃശ്യം കാണണേ, ഫുള്ളായിട്ടൊന്ന് കാണുന്നേ. ഏതോ ഒരു കല്യാണ എന്തോട്ടാണ്, കുറച്ചാളുകൾ സദ്യ വിളമ്പി കൊടുക്കുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്, ഇലക്ക കാണാൻ നല്ല ഭംഗിയുണ്ട്, ചോറൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ വിളമ്പി കൊടുക്കുന്നു അല്ലേ. നല്ല ഇലക്ക, നല്ല വൃത്തി, സാമ്പാറൊക്കെ വൃത്തിയായിട്ട് വിളമ്പിയിട്ടുണ്ട്. പക്ഷേ വിളമ്പുന്ന ഒരെണ്ണത്തിൻ്റെ ദേഹത്ത് ഷർട്ടില്ല. ഒരെണ്ണത്തിൻ്റെ ദേഹത്ത് ഷർട്ടില്ല. പൂണൂലെന്ന് പറയുന്ന ഒരു ചരട് സൈഡിൽ കൂടെ ഇട്ടിട്ടുണ്ട്. ഈ പൂണൂലിട്ട ആൾക്കാരൊന്നും ഷർട്ടില്ലാതെ വിളമ്പുന്നുണ്ടോ? അല്ലെങ്കിൽ ഇത് വല്ല ആചാരത്തിന്റെ ഭാഗമാണോ? ചിലതിൻ്റെ ഒക്കെ ശരീരം കണ്ടോക്കി അറപ്പ് തോന്നും. ഇതിപ്പോ നമ്മുടെ സോഷ്യൽ മീഡിയ വലിയ പ്രശ്നമായിട്ടുണ്ട്. അപ്പൊ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാലോ വിചാരിച്ചു. ഈ ഭക്ഷണം എന്ന് പറയുന്നത് സംസ്കാരമാണോ എന്തൊക്കെ ആയിക്കോട്ടെ, കല്യാണത്തിന് പോയ ഒരാളുടെ ഒരു പോസ്റ്റാണ്. ആ പോസ്റ്റ് അയാൾ എഴുതിയിരിക്കുന്നത് ഭക്ഷണം അടിപൊളിയായിരുന്നു, പക്ഷേ ഷർട്ടില്ലാതെ ഭക്ഷണം വിളമ്പെന്ന് കണ്ടപ്പോൾ തന്നെ ഉള്ള താല്പര്യം പോയി. സത്യമാണ്. നമ്മളൊരു ഹോട്ടലോ മറ്റോ പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ള ആളുകൾ ഈ മേൽമുണ്ടോ ധരിക്കാതെ, ഷർട്ട് ധരിക്കാതെ, കക്ഷത്തുള്ള എന്താ പറയുക രോമെല്ലാം കാണിച്ച്, ദേഹത്തുള്ള ചിലപ്പോൾ രോമുള്ളായിരിക്കും, ദേഹത്ത് ചിലപ്പോൾ പാടുകൾ അതൊക്കെ ഉണ്ടായിരിക്കും, രോമം ഉണ്ടായിരിക്കും. ഇതെല്ലാം വെച്ച് ആ വേർത്തിങ്ങനെ ഒഴുകുന്ന ശരീരം വെച്ച് ഭക്ഷണം വിളമ്പി തരുമ്പോൾ സത്യം പറയാലോ നമുക്ക് അറപ്പ് തോന്നും. ഇപ്പൊ നമ്മുടെ ഹോട്ടലൊക്കെ പോയി നോക്കി, നല്ല വൃത്തിയുള്ള രീതിയിൽ ഡ്രസ്സ് ചെയ്ത്, വെയിറ്റർ ആയിക്കോട്ടെ, ഭക്ഷണം വിളമ്പി തരുന്ന ആളായിക്കോട്ടെ, ഈവൻ അവിടെ തുടയ്ക്കാൻ വരുന്ന ആൾ പോലും ഏറ്റവും നല്ല ക്ലീൻ ആയിട്ടുള്ള വസ്ത്രം ധരിച്ചിട്ടേ വരുള്ളൂ. അതുകൊണ്ട് നമുക്ക് അവിടെ പോയി ഭക്ഷണം കഴിക്കാൻ നമുക്ക് തോന്നും. ഇതിൻ്റെ അടിയിൽ വളരെ ഗംഭീരമായിട്ടുള്ള വൃത്തിയായിട്ട കമന്റുകളൊക്കെ ഉണ്ട്. അത് ഒരു കമന്റ് ഇങ്ങനെയാണ്: ബ്രാഹ്മണരെ അപമാനിച്ചു, ബ്രാഹ്മണ സംസ്കാരത്തെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് ഭീകര പൊട്ടിത്തെറിയാണ് ഇതിന്റെ താഴത്തൊക്കെ കാണുന്നത്. ലെവൻ വളരെ വൃത്തിയായിട്ട് പച്ചയ്ക്ക് എഴുതിയിട്ട് ഇത് ഭയങ്കര ബോറായിട്ടുള്ള പരിപാടിയാണ്. ഭക്ഷണമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും, പക്ഷെ ഒരു ഷർട്ട് ഇട്ടൂടെ? എന്ത് ആചാരത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന ആളുകൾ ഒരു ഷർട്ട് അണിഞ്ഞാൽ അതൊരു സൗന്ദര്യമാണ്, ഒരു ഭംഗിയാണ്, ഒരു വൃത്തിയാണ്. അത് ഒന്നുമില്ല. നമുക്കിതിന്റെ ഒരു ചില കാര്യങ്ങളൊക്കെ നോക്കാം. വെറുതെ വിദ്വേഷം പറഞ്ഞാൽ മാത്രം പോരല്ലോ കാര്യങ്ങൾ. പഴയ കാലത്ത് ഇങ്ങനത്തെ ആചാരം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത്. പഴയ കാലത്ത് ഷർട്ട് ഇടാതെ ആളുകൾ വിളമ്പി കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് കാരണമാണ്: ഒന്ന്, അത് ആചാരമാണ്; രണ്ട്, ഷർട്ട് ഉണ്ടായിരുന്നില്ല. പണ്ടത്തെ കാലഘട്ടങ്ങളിൽ രാജാക്കന്മാരടക്കം ഒരു അരയിലൊരു മുണ്ട കൊടുത്തിരുന്നുള്ളൂ. അതിനപ്പുറം കൊടുക്കാൻ അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്തൊക്കെയായാലും പണ്ടത്തെ കാലത്തെ സംസ്കാരം എന്ന് വെച്ചിട്ട് എത്രയോളം സംസ്കാരങ്ങൾ, എത്രയോളം രീതികളൊക്കെ പഴയ ആചാരങ്ങൾക്ക് ഇപ്പോൾ മാറിയിരിക്കുന്നു. മാറി നമ്മൾ ഏറ്റവും പുതിയ സ്ഥിതിക്കൊക്കെ എത്തിയില്ലേ? ഈ ഒരു കാലഘട്ടത്തിലും പഴയ ആചാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷർട്ടും മറ്റും ഇടാതെ ഭക്ഷണം വിളമ്പുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അറപ്പുള്ള കാര്യമല്ലേ? എന്തൊക്കെയായാലും ചില ആളുകൾക്ക് ഇതൊരു സാധാരണ കാര്യമായിട്ടൊക്കെ തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ ഒരു കല്യാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബം കുട്ടിയായിട്ട് എല്ലാവരും പോകുന്ന സമയത്ത് ഇതൊരു തരം ഒരു അസ്വസ്ഥത ഉണ്ടാക്കും തീർച്ചയായിട്ടും. ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഹൈജീൻ എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. ഹൈജീൻ, ക്ലീൻനെസ് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. ഒരു സാധാരണ ഹോട്ടലിൽ പോലും ഭക്ഷണം വിളമ്പുന്ന ആളുകൾക്ക് യൂണിഫോം ഉണ്ടായിരിക്കും, ആ ക്ലീനിങ് പ്രാക്ടീസ് ഉണ്ടായിരിക്കും, ഒരു ബേസിക് സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും. പെരുമാറുന്ന രീതിയിൽ, നമ്മുടെ ഇടപെടുന്ന രീതിയിലൊക്കെ ഒരു ബേസിക് സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും. നിങ്ങൾ അത്തരം ഒരു സ്ഥലത്ത് പോയിട്ട് ആകെ വേർത്ത് എന്താ പറയുക ഇല്ലാത്തൊരു ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വന്നിട്ടുള്ള അതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. ഹോട്ടലിൽ അങ്ങനെയൊക്കെ ആളുകളൊക്കെയാണ് നിങ്ങൾക്ക് വിളമ്പി തരുന്നത്, നിങ്ങൾ അവിടെ എഴുന്നേറ്റ് പോകും. നിങ്ങൾക്ക് അവിടെ കഴിക്കില്ല, കാരണം അറപ്പ് തോന്നിപ്പോകും. നമുക്ക് കഴിക്കുന്ന ഭക്ഷണം ചിലപ്പോൾ നമുക്ക് ഇറങ്ങൂല, എത്ര വിശപ്പുണ്ടെങ്കിലും അറപ്പ് തോന്നും. കാരണം അങ്ങനെയാണ് ഈ ആളുകളൊക്കെ വന്ന് നിൽക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇതൊരു ബ്രാഹ്മണിസത്തിനെതിരെയുമല്ല, ഒരാചാരം ഇങ്ങനെയൊക്കെ തന്നെ തുടരണോ വേണ്ടോ എന്നുള്ള ചോദ്യം മാത്രം നിൽക്കുക. സംസ്കാരം സംരക്ഷിച്ചോളൂ, പക്ഷേ അതിനുവേണ്ടി ഇമ്മാതിരി സംഗതികളൊക്കെ വീണ്ടും നമ്മൾ ഇങ്ങനെ പിന്തുടരണം, ഇതൊക്കെ ഫോളോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ, ഇത് എല്ലാവർക്കും ഇത് കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുമോ? ഇനി ഇവർ നടത്തുന്ന കല്യാണത്തിന്, ഇവർ വിളമ്പുന്ന കല്യാണത്തിന് ഇവരുടെ ജാതിക്കാർ മാത്രം വന്നിട്ട് അവരുടെ വീട്ടുകാർ മാത്രം വെച്ച് കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛൻ ഷർട്ടൊന്നും ഇടാതെ നമുക്ക് ഭക്ഷണം വിളമ്പി തരുന്നു, നമുക്കൊരു കുഴപ്പമുണ്ടാവില്ല. നമുക്ക് കണ്ട് ശീലിച്ച് ശരീരവും മറ്റൊക്കെയാണ്, നമുക്ക് പ്രശ്നമായി തോന്നില്ല. പക്ഷെ ഇതെല്ലാം പുറമെയുള്ള ആളുകൾക്ക്, ഒരു കല്യാണ സദസ്സ് എന്ന് വെച്ചിട്ട് പുറമെന്ന് ഒരുപാട് ആളുകൾ വരും. എല്ലാവർക്കും ഇത് അത്ര പോലെ രുചിക്കണമെന്നില്ല എന്നർത്ഥം. എന്തായാലും അവസാനം എല്ലാവരും കൂടി എൻ്റെ നെഞ്ചത്തേക്ക് വരിക, സംസ്കാരം എന്ന പേരിൽ ഇത് സ്വീകരിക്കണം വേണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരുമാതിരി വളരെ മോശപ്പെട്ട ഒരു രീതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾ കണ്ടു നോക്കിയേ,
ഒരു ഷർട്ട് ഏറി വന്ന 300 റുപ്യക്ക് അടക്കപ്പോൾ ഷർട്ടൊക്കെ തിരൂർ മാർക്കറ്റിലൊക്കെ കിട്ടാണ്ട്. കണ്ട എന്ത് ഭംഗിയുള്ള ഭക്ഷണങ്ങളാണ് നോക്കിയേ. കണ്ടാൽ തന്നെ ടേസ്റ്റുള്ള ഭക്ഷണം, നല്ല എല്ലൊക്കെ നല്ല കഴുകി വൃത്തിയൊക്കെ നല്ല ക്ലീൻ. പക്ഷെ ഷർട്ട് ഇടാത്ത രൂപങ്ങളെ കാണുമ്പോഴേ എന്തോ ഒരു എന്തോ ഒരു അറപ്പ്. ഒരു ഷർട്ട് വാങ്ങിച്ചിട്ട് പറഞ്ഞു ഇത്ര വില ഉണ്ടപ്പോൾ അതിന്. നിങ്ങൾ അഭിപ്രായം എഴുതിക്കണേ. ബൈ.